പെൺകുട്ടികൾക്ക് ഈ ബ്ലീഡിങ് കാണുന്ന പോലെ ആൺകുട്ടികൾക്ക് കാണുന്ന ഒരു സംഭവമാണ് യൂറേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ട്. മുഖക്കുരു കുഞ്ഞുങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. നിയോനേറ്റൽ ആക്നി എന്ന് പറയും. മെൻസ്ട്രുവേഷൻ വരുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്ലീഡിങ് വരും. ഇനി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കാണുന്നതാണ് ബ്രസ്റ്റ് ബഡ് എന്ന് പറയുന്നത്. അതും ഇതേ ഹോർമോണിന്റെ പ്രശ്നം കാരണമാണ്. എക്കിൾ എന്ന് പറയുന്നത് സ്റ്റമക്ക് ഫുള്ളാകുമ്പോൾ ഒരു നെർവ് സ്റ്റിമുലേഷൻ കാരണം വരുന്നൊരു ഫിനോമിനാണ്. ഗ്യാസ് കുറയാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുഞ്ഞ് കുടിക്കുന്നത് പാലാണ്. പാൽ ഏറ്റവും ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമസ്കാരം സർ. സർ, ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ, എസ്പെഷ്യലി പെൺകുട്ടികൾ ജനിക്കുമ്പോൾ കുട്ടികൾക്ക് റെഡ് കളറിലൊരു വെജൈനൽ ഡിസ്ചാർജ് കാണാറുണ്ട്. ഇത് നോർമലാണോ? പെൺകുട്ടികൾക്ക് റെഡ് കളർ ഡിസ്ചാർജ് കാണുന്നത് നോർമലാണ്. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമാരുടെ പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യാനുള്ള കുറേ ഹോർമോൺസ് റിലീസ്ഡ് ആവും. ഇത് പ്ലാസൻ്റ വഴി ചിലതൊക്കെ കുഞ്ഞുങ്ങളിലേക്കും എത്തും. അപ്പോൾ മെറ്റേണൽ ഹോർമോൺസ് ആ സമയത്ത് എന്ന് പറയുന്നത് യൂട്രസ് ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോൺസാണ്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വരുന്ന ഹോർമോൺസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺസ് കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് എത്തുമ്പോൾ ഇവരുടെയൊക്കെ ബോഡിയിൽ ഇതേ ചേഞ്ചസ് വരും. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ ബ്രസ്റ്റ് ബഡ്സ് ഉണ്ടാവും, യൂട്രസ് ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, മുഖക്കുരു കുഞ്ഞുങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. നിയോനേറ്റൽ ആക്നി എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ മെറ്റേണൽ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം വരുന്നതാണ്. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് വഴി ഈ ഹോർമോൺസ് കുഞ്ഞിലേക്ക് എത്തില്ല. അപ്പോൾ ഈ ഹോർമോൺ സപ്ലൈ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡെവലപ്പ് ചെയ്ത യൂട്രസ് ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ മെൻസ്ട്രുവേഷൻ വരുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്ലീഡിങ് വരും. സ്യൂഡോ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നതാണ് അത് അബ്സല്യൂട്ട്ലി നോർമൽ. ഇനി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കാണുന്നതാണ് ബ്രസ്റ്റ് ബഡ് എന്ന് പറയുന്നത്. അതും ഇതേ ഹോർമോണിൻ്റെ പ്രശ്നം കാരണമാണ്. അതും തനിയെ മാറുന്നതാണ്. അത് പിഴിഞ്ഞ് കളയുന്നൊരു പ്രവണതയുണ്ട്. അത് പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഡീൽ ചെയ്യേണ്ടി വന്നേക്കാം. ഒന്നും ചെയ്തില്ലെങ്കിൽ അത് തനിയെ മാറിപ്പോകും. മുഖത്ത് കാണുന്ന കുരുക്കൾ, നിയോനേറ്റൽ ആക്നി എന്ന് പറയുന്നത്, അതും വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ചും ഒന്നും ചെയ്യാണ്ട് തന്നെ മാറിപ്പോകുന്ന ഒന്നാണ്. അതും ഈ ഹോർമോണിൻ്റെ പ്രശ്നം കാരണം വരുന്നതാണ്. സർ, ഈ പെൺകുട്ടികൾക്കുണ്ടാവുന്ന ഈ ബ്ലഡിൻ്റെ പോലെയുള്ള ഈ സ്പോട്ടിങ്, ഇത് എത്ര ദിവസം, ജനിച്ചു കഴിഞ്ഞ് എത്രാമത്തെ ദിവസം തൊട്ടിട്ടാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്? എത്ര ദിവസം വരെ ഇത് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്? സാധാരണ ഇതിൽ 24 to 48 hours കഴിയുമ്പോഴാണ് ഇത് കാണുക. ഒരാഴ്ച വരെയൊക്കെ കാണാം. വളരെ റെയറായിട്ട് കുറച്ചും കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. പെൺകുട്ടികൾക്ക് ഈ ബ്ലീഡിങ് കാണുന്ന പോലെ ആൺകുട്ടികൾക്ക് കാണുന്നൊരു സംഭവമാണ് യൂറേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ പാഡ് മാറ്റുമ്പോൾ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗത്ത് പിങ്ക് കളറിൽ കാണാം. അത് ഈ മെൻസ്ട്രുവേഷനായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. അത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറുതായി ചൂടുകാലമൊക്കെ ആണെങ്കിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ട് അത് യൂറിനിൽ പാസ് ചെയ്യുന്നതാണ്. അത് പെൺകുട്ടികൾക്ക് റെഡ് കളർ കാണുന്ന പോലെ ആൺകുട്ടികൾക്ക് പിങ്ക് കളറിൽ ഇത് കാണാം. ഇതും ചിലർ കണ്ട് പേടിച്ച് വരാറുണ്ട്. അപ്പോൾ അത് കണക്റ്റഡ് ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ മാറ്റുമ്പോൾ അല്ലെങ്കിൽ ക്ലോത്ത് മാറ്റുമ്പോൾ റെഡ് കളറിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്ക് റോസ് കളർ അല്ലെങ്കിൽ പിങ്ക് കളറിലും കാണുന്നതും നോർമലാണ്. അതിന് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സർ, ഇപ്പോൾ യൂറിനിലുള്ള ക്രിസ്റ്റലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് ആക്ച്വലി ലാക്ടേഷനിലുള്ള ഡെഫിഷ്യൻസി വരുമ്പോഴായിരിക്കുമോ? അല്ല, ലാക്ടേഷൻ്റെ പ്രശ്നവും അതായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്കിന്ന് ഭയങ്കര ഇമ്മച്യൂറാണ് ന്യൂ ബോൺസിൻ്റെ. അപ്പോൾ അവർക്ക് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് അങ്ങനെയും ലൂസാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂറിൻ വരും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ സമ്മർ സീസണിൽ അത് ഭയങ്കര കൂടുതലായിട്ട് കാണുമെന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ആ സമ്മർ സീസണിൽ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ വരുമ്പോഴാണ് ഈ പറയുന്ന യൂറേറ്റ് ക്രിസ്റ്റൽസ് യൂറിനിൽ കാണുന്നത്. സർ, ഈ ന്യൂ ബോൺ ബേബീസിൽ നോർമലി നമ്മൾ ഈ കാണുന്ന എക്കിള് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഈ നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ന്യൂ ബോൺസിൽ നമുക്ക് കാണാം? എക്കിള് പാരൻസിൻ്റെ ഭയങ്കര കോമൺ കൺസേൺ ആണ്. ചിലർ എണ്ണമൊക്കെ വെച്ച് വരാറുണ്ട്. കുഞ്ഞ് ഇന്നലെ 20 പ്രാവശ്യം എക്കിള് അടുപ്പിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു. എക്കിളെന്ന് പറയുന്നത് സ്റ്റമക്ക് ഫുള്ളാകുമ്പോൾ ഒരു നെർവ് സ്റ്റിമുലേഷൻ കാരണം വരുന്നൊരു ഫിനോമിനാണ്. എക്കിള് ആക്ച്വലി നോർമലാണ്. കുഞ്ഞുങ്ങളുടെ സ്റ്റമക്ക് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ അവർക്ക് എക്കിള് വലിയ ആൾക്കാരെക്കാളും കൂടുതലായിരിക്കും. ഈ പാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബേർപ്പിംഗ് ചെയ്യുമ്പോൾ ഗ്യാസൊക്കെ ഒരുപാട് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്കിള് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ചിലർക്ക് ഫീഡിങ്ങിൻ്റെ ഇടയിലായിരിക്കും എക്കിള് വരുന്നത്. അപ്പോൾ എക്കിള് വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ട് സമാധാനമായിട്ട് ഫീഡ് ചെയ്യുന്ന കുഞ്ഞാണെങ്കിൽ ഫീഡിങ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് അല്ലാണ്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞാണെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ എക്കിള് വിടുകയാണെങ്കിൽ അതങ്ങനെ പൊക്കോട്ടെ. അതല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്നെടുത്ത് ബേർപ്പ് ചെയ്ത് കുറച്ച് എയർ പോയി കഴിഞ്ഞാൽ എക്കിള് മിക്കവാറും നിൽക്കും. പിന്നെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കുറുകുന്ന ശബ്ദം. ഈ കുട്ടികളുടെ മൂക്കിൻ്റെ നേസൽ കനാൽ ഭയങ്കര ചെറുതാണ്. മൂക്കിൽ എന്തെങ്കിലും ചെറിയ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ, ഒന്ന് മഴ പെയ്തു, കാറ്റടിച്ചു, അല്ലെങ്കിൽ ഒന്ന് പൊടിയടിച്ചു, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മൂക്കിലെ സെക്രീഷൻസ് കൂടും. നമുക്കും കൂടും, അവർക്കും കൂടും. പക്ഷേ നമ്മൾക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് ആ സെക്രീഷൻസ് വന്നാലും ഒന്നും സംഭവിക്കില്ല. കുട്ടികൾക്ക് ആ സെക്രീഷൻസ് വന്നാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ ഒരു ക്രാക്ലിംഗ് സൗണ്ട് കേൾക്കും. അതാണ് നമ്മൾ കുറുകൽ എന്ന് പറയുന്നത്. ശരിക്കും ചെസ്റ്റിൽ നിന്ന് വരുന്നതല്ല, മൂക്കിൻ്റെ അവിടെ നിന്ന് വരുന്നതാണ്.
ആ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ കൊച്ചു സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്, സുഖമായിട്ട് പാല് കുടിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ഏർലി മോർണിംഗ് ലേറ്റ് നൈറ്റ് ടൈമിലാണ് കുറച്ച് കൂടുതൽ ഉണ്ടാവുക, കാരണം ആ സമയത്താണ് തണുപ്പ് കുറച്ച് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ഉറക്കം കളയേണ്ട ആവശ്യമില്ല. കുറുകുന്ന ശബ്ദം നോർമലാണ്, കുഞ്ഞിന് ഉറങ്ങാനും പാല് കുടിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു സംഭവമാണ് തുമ്മൽ. വലിയ ആൾക്കാരുടെ പോലെ തുമ്മുന്നു, ഭയങ്കര കൂടുതലായിട്ട് തുമ്മുന്നു. നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ റീസൺ. കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ കനാല് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ചെറിയ ഒബ്സ്ട്രക്ഷൻ വന്നാൽ പോലും അവരത് ക്ലിയർ ആക്കാൻ നോക്കും. കാരണം കുഞ്ഞുങ്ങൾ ഒബ്ലിഗേറ്റ് നേസൽ ബ്രീത്തേഴ്സാണ്. നമ്മളുടെ മൂക്കടഞ്ഞാൽ നമ്മൾ വാ തുറന്ന് കിടന്നുറങ്ങും. കുഞ്ഞുങ്ങൾക്ക് ആ ടെക്നിക്ക് അറിയില്ല. അതുകൊണ്ട് മൂക്കടഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നിലേക്ക് അത് ക്ലിയർ ആക്കാൻ നോക്കും, അല്ലെങ്കിൽ അവർ വാ തുറന്ന് കരയും. അതുകൊണ്ടാണ് മൂക്കടപ്പുള്ള കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പാല് കുടിക്കാനും പറ്റില്ല, കാരണം സക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മൂക്കടഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് കൂടെ നെഗറ്റീവ് പ്രഷർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ വീണ്ടും കരയും. അപ്പോൾ തുമ്മൽ കുഞ്ഞുങ്ങൾക്ക് അഡൽസിനേക്കാളും കൂടുതലായിരിക്കും. അത് അവർ മൂക്ക് എപ്പോഴും ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൂക്കിൽ ചെറിയൊരു കറണ്ട് കണ്ട് സെക്രീഷൻസ് ഒക്കെ കാണുമ്പോൾ പണ്ട് തിരിയിടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തന്നെ അത് തുമ്മിക്കളഞ്ഞോളൂ, പ്രത്യേകിച്ച് ഒന്നും അതിന് ചെയ്യണ്ട. അപ്പോൾ എക്കിളും തുമ്മലും വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആൾക്കാർക്ക് വരുന്നൊരു ടെൻഷനാണ് ഞെളിവിരി. കുഞ്ഞുങ്ങൾ എപ്പോഴും മുക്കിക്കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്, കൊച്ചിന് വയറിന് സുഖമില്ല. നമ്മളുടെ ഇൻഡസ്ട്രൈനൽ സിസ്റ്റത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കഴിച്ചാലും അത് മുകളിൽ നിന്ന് താഴേക്കാണ് പോവുക. അതിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു മെക്കാനിസമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അതായത് പെരിസ്റ്റാൾസിസിൽ വരുന്നത് നമ്മൾ കുടൽ മുകളിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ താഴത്ത് ഡയലേറ്റ് ചെയ്യും, താഴത്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഭാഗം ഡയലേറ്റ് ചെയ്യും. അങ്ങനെ അത് പോവും. കുഞ്ഞുങ്ങൾക്ക് അത് അത്ര കോർഡിനേറ്റഡ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർ അത് താഴത്തേക്ക് ഇറക്കാനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ഒന്ന് ബോഡി ഉറക്കത്തിലാണെങ്കിലും ചിലപ്പോൾ അത് അനക്കി കൊടുത്തുകൊണ്ടിരിക്കും. അത് കണ്ട് നിങ്ങൾ ഉറക്കം, അത് കൊച്ചിൻ്റെ ബുദ്ധിമുട്ടല്ല. അത് നമ്മൾ ഉറക്കം കഴിയുമ്പോൾ നമ്മളൊന്ന് മൂരിന്ന് വരുന്ന പോലെ ഉള്ളൂ. അവരത് വളരെ സുഖമായിട്ടൊരു സൈഡിൽ കൂടെ ചെയ്തു പോകുന്ന സംഭവമാണ്. അത് ടെൻഷനില്ല. അപ്പോൾ എക്കിളും തുമ്മലും ഞെളിപിരിയും കുറുകുന്ന ശബ്ദവും നാലും പേടിക്കേണ്ടതല്ല. കുടലിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വരുന്നു എന്ന് പറയാറുണ്ട്. അത് ഈ ഞെളിപിരിയുടെ കൂടെ തന്നെ ആൾക്കാർ പറയുന്ന കംപ്ലയിൻ്റ് ആണ്. അത് ഈ വെള്ളവും ഗ്യാസും ഒക്കെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ശബ്ദമാണ്. അതിന് ബോർബോറിഗ്മി എന്ന് പറയും. അതും ഈ പ്രായത്തിൽ നോർമലാണ്. പിന്നെയുള്ളൊരു ആൾക്കാരുടെ സംശയം, കുഞ്ഞിന് ഒരുപാട് ഗ്യാസ് ഉണ്ട്, ഗ്യാസ് കുറയാൻ എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസ് കുറയാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കുഞ്ഞ് കുടിക്കുന്നത് പാലാണ്. പാൽ ഏറ്റവും അധികം ഗ്യാസ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. 6 മാസം വരെ കുഞ്ഞിന് പാല് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഗ്യാസ് ഉണ്ടാവും. അത് അടിയിൽ കൂടിയും മുകളിൽ കൂടെയും ഒക്കെ പോവും. മുകളിൽ കൂടെ പോകുന്നത് കുടിക്കുമ്പോൾ സ്റ്റമക്കിലേക്ക് ഗ്യാസ് എത്തിയാൽ കൊട്ടിക്കഴിയുമ്പോൾ അത് എമ്പൊക്കെയായിട്ട് പോകും. ദഹനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗ്യാസ് മിക്കവാറും ഫോം ചെയ്യുന്ന ഇൻഡസ്ട്രൈൻ്റെ അവിടെ നിന്നാണ്. അത് അവിടെ നിന്ന് താഴെ കൂടി ആയിരിക്കും പോവുക. വലിയ ആൾക്കാരുടെ പോലെ ഗ്യാസ് വിടുന്നു അല്ല, വലിയ ആൾക്കാർ കുഞ്ഞുങ്ങളുടെ പോലെയാണ് വിടുന്നത്. അത് നോർമലായിട്ടുള്ള സംഭവമാണ്. അത് കണ്ട് പേടിക്കേണ്ടതില്ല. ഈ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അമ്മമാരുടെ ഒരു പ്രസവാനന്തരമുള്ള കുറച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഓരമരുന്ന് അരച്ചു കൊടുക്കുക കുട്ടികൾക്ക്. അതേപോലെ അമ്മ കഴിക്കുന്ന ലേഹ്യങ്ങളൊക്കെ കൂടുതലാവുമ്പോൾ കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഞെളിപിരികളും അതേപോലെ വയറിന് വേദനയും പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. സത്യത്തിൽ ഈ അമ്മമാർ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് സേഫാണോ കുഞ്ഞിന്? കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരമരുന്നൊന്നും കുഞ്ഞിന് കൊടുക്കുന്നത് സേഫല്ല. അതിൽ എന്താ കമ്പോണൻസ് പോലും പലർക്കും അറിയാറില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതിനെ പറ്റിയിട്ടൊന്നും വേറെ പഠനങ്ങളും റിസർച്ചും നടക്കാത്തതാണ്. കുഞ്ഞ് അമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന സമയത്ത് കുഞ്ഞിന് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാനില്ല. അപ്പോൾ ഇല്ലാത്ത അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഈ കുഞ്ഞിന് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അമ്മമാർ കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ഞങ്ങളത് ഡയറക്റ്റായിട്ട് ഇത് പ്രശ്നമുണ്ടാകും എന്ന് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് ഇത് അമ്മമാർ കഴിക്കുമ്പോൾ അത് ബ്രസ്റ്റ് മിൽക്ക് വഴി കുറച്ചൊക്കെ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാവാം കുഞ്ഞുങ്ങൾ ഭയങ്കര നിർത്താണ്ട് കരയുക, അവരുടെ സ്റ്റൂൾ പാറ്റേണിന് ഡിഫറൻസ് വരിക, അവരുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഡിഫറൻസ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ളവരടുത്ത് ഞങ്ങളത് നിർത്തി നോക്കാൻ പറയാറുണ്ട്. അത് കഴിച്ച് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമൊന്നും ചിലപ്പോൾ പ്രശ്നം കാണില്ല. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് കാരണമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വേണം. അമ്മമാർ കഴിക്കുന്നത് കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ അത് തുടങ്ങാൻ അത്രയും സമയം എടുക്കാം. അങ്ങനെ സംശയം തോന്നുന്ന സാധനം ഉണ്ടെങ്കിൽ അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയും ഒരാഴ്ച എടുക്കാം അത് മാറാൻ. അപ്പോൾ നിർത്താണ്ട് കരയുന്നുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സംശയമുള്ള സാധനം സ്റ്റോപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇത് ആയുർവേദ മരുന്നുകളൊക്കെ കൂടി വില്ലന്മാരാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് വില്ലെന്നല്ല, സാധാരണ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം. അമ്മമാർ ചക്ക കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട്. സീ ഫുഡ്, ചെമ്മീൻ, ഞണ്ട്, കക്കയിറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അമ്മമാർ കുറേ പാല് കുടിക്കുന്നൊരു സംഭവമുണ്ട്. പാലുണ്ടാവാൻ കൊണ്ട് കുറേ പാല് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ചിലർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ സ്ഥിരം കാണുന്നതാണ്. പിന്നെ പാലുണ്ടാവാൻ കൊണ്ട് കുറേ ഉലുവക്കഞ്ഞി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്.
അതിലൊക്കെ ചില കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറയാറില്ല. കഴിച്ചു നോക്കിയൊക്കെ കുഞ്ഞ് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അമ്മമാർ കഴിക്കുന്നത് കാരണം കൊച്ചിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി കൊച്ചിന് വേറെ മരുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ സ്റ്റേജിലേക്ക് പോകാതെ അമ്മമാരുടെ അടുത്ത് അത് നിർത്താനാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ സർ, നമസ്കാരം.